ഇലായത് ബുദ്ധ പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ പടമാണ്. ഞാൻ ഇന്നലെയാണ് പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ പടം എന്താണ് ഏതാണെന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആൾ സെർച്ച് ചെയ്തിരുന്നു. ആളിപ്പോൾ ഇല്ല. അപ്പം എല്ലാവർക്കും അറിയാം അയ്യപ്പനെ ക്വസ്റ്റ്യൻ ചെയ്ത ആളാണ്. പക്ഷെ ആളുടെ അസോസിയേഷനാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏവറേജ് എന്ന് പറയാൻ പറ്റാത്തൊരു ടൈപ്പ് സിനിമ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ട കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് തോന്നിയത് ഇൻ്റർവെല്ലിന് ശേഷം. ഇൻ്റർവെല്ല് വരെ കുഴപ്പമില്ലാണ്ട് പോണൊരു സിനിമയാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട് പടത്തിൽ. കുറേ മലയുടെ മണ്ടയ്ക്ക് പോയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കാറിൽ ജീപ്പിൽ ചേസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മറയൂർ ബേസ് ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ സീന് നമുക്ക് സെറ്റ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ ഗ്രീൻ സ്ക്രീനിൽ ചെയ്തിട്ടുള്ളതാണെന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. ഒരു മലയുടെ മണ്ടയ്ക്ക് പോകുന്ന ഒരു സീനുണ്ട്. അയ്യോ ഇതെന്താ അവതാറാണോ ചെയ്ത് വെച്ചേക്കണെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കണത്. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ലേ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം കൊണ്ട് ഒരു ഏവറേജ് എന്ന് പറയാം. അത്ര തന്നെ. ഇൻ്റർവെല് ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വൺ തോട്ടിലാമ്പി പടം. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഞാൻ പൃഥ്വിരാജ് ഫാനാണ്. ഈ ഗഡിയിലേന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആടുജീവിതത്തിന് ശേഷം വരുന്ന സിനിമകളൊക്കെ സെലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷയിൽ. പക്ഷെ അതിലിപ്പോൾ ഇതൊരു ജാതി ഉള്ളപ്പടം അത് എന്തിനാ ചെയ്തെന്നുള്ളൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ടിങ് സൈഡ് കൊണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയുന്നത് ഷമ്മി തിലകനാണ്. എന്തുട്ടാ അയാൾ കാണിച്ചു വെച്ചാണ്. അയാൾ ജാതി സാധനമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വീടിൻ്റെ ഉമ്മാർത്ത് പാർട്ടിക്കാരായിട്ടുള്ള ഒരു സംസാരമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. പിന്നെ ആളുടെ ആക്ടിങ്, ആൾക്ക് ആക്ട് ചെയ്യാനുള്ള സാധനമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു പടി മുമ്പിൽ ഈ മനുഷ്യൻ തന്നെയാണ്, അത് പറയണം. പിന്നെ നിങ്ങൾ ഹൈപ്പും കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചന്ദനക്കടത്താണ്. അപ്പോൾ നമ്മുടെ പുഷ്പ രാജ് അങ്ങനത്തെ സാധനമൊക്കെ വിചാരിച്ചു, മാസമൊക്കെ വിചാരിച്ചിട്ടൊന്നും പോയി കാണരുത്. ഇത് മാസ് ടൈപ്പ് പടമല്ല. ഇത് കുറച്ച് കഥയുള്ള കുറച്ച് ഇമോഷണലായിട്ടുള്ള നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടൈപ്പ് പടമാണിത്. നിങ്ങൾ ഓവർ മാസം ഒന്നും ഇതിൽ പ്രതീക്ഷിക്കരുത്. ഓവർ മാസം ഒന്നും ഈ പടത്തിലില്ല. ഒരു ക്ലാസ് സാധനമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫൈറ്റ് സീന് രണ്ടെണ്ണം ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബസ് സ്റ്റാൻഡിലുള്ള ഫൈറ്റ് സീനായിരുന്നു. അത് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലും കുഴപ്പമില്ല. മൊത്തത്തിൽ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്തില്ല. ചില സ്ഥലത്ത് എൻഡിങ് എനിക്ക് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തു. സിനിമോഗ്രാഫി ഒന്നും പോരാ, കാണിച്ച് വിഷ്വലി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് സിനിമ. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ സ്ക്രീൻ ഇട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ സാധനം നല്ല രീതിയിൽ വൃത്തിക്ക് അറിയാണ്ട്. ക്വാളിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ല, അങ്ങനെ വേണം പറയാനായിട്ട്. ഇപ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് കുറേ ആർക്കും വേണമെങ്കിൽ നെഗറ്റീവ് പറയാം ഈ പടം കണ്ടു കഴിഞ്ഞാൽ. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള നെഗറ്റീവ്, ഒരു സെക്കൻഡിൽ VFX ഒക്കെ കുറേ സാധനങ്ങളുണ്ട്, ജീപ്പിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. അതൊക്കെ അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ കണ്ടില്ല എന്ന് അടിച്ചിട്ട് വിടാന്നാണ് ഉള്ളത്. ഈ പടം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയൊക്കെയോ കണ്ടിട്ടുള്ള എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഇമോഷൻസ്, എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഓരോ സീനുകൾ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് പടമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായില്ല ഗൈസ്. ഉള്ള കാര്യം പറയാലോ, ഇതിൽ ഈ പടത്തിൽ എടുത്ത് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല. ഒരു പടം അത്ര തന്നെ. ഇതിലിപ്പോൾ പൃഥ്വിരാജ് നായകനായതുകൊണ്ട് പോയി കണ്ടു മാത്രം. പൃഥ്വിരാജിന് പകരം വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ ഈ പടം ഇപ്പോൾ ഓടുന്ന പോലെ ചിലപ്പോൾ മിക്കത് ഓടില്ല. ഇനിയിപ്പോൾ എത്ര നാൾ ഓടുന്ന അറിയില്ല. ചാൻസ് കുറവാണ് ഗൈസ് ഈ പടം ഓടാനായിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് OTT വരുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയാനുള്ളത്. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും കിട്ടാൻ പോവില്ല. എനിക്കൊക്കെ ക്ലൈമാക്സ് എനിക്ക് പടം കഴിയാണ്ട് എനിക്ക് വീട്ടിലേക്ക് എനിക്ക് ലാസ്റ്റ് തോന്നി വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാലോ മതി കണ്ടതെന്ന് പറയാൻ വരെ തോന്നി. എനിക്കറിയില്ല. എനിക്ക് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫീൽ ആദ്യമായിട്ടാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്
അത് നിങ്ങളുടെ റിവ്യൂ എന്തായാലും ഷെയർ ചെയ്യാം. എൻ്റെ റിവ്യൂ ഇതാണ്. ഇൻ്റർവെല് വരെ കുഴപ്പമില്ല. ഇൻ്റർവെല് കഴിഞ്ഞാൽ ചാതി ഉളപ്പെടണം. ഇൻ്റർവെല് വരെ കാണാം, അത്ര തന്നെയുള്ള കാശ് കൊടുത്ത് പോയി കാണണ്ടേ, ആ ഒരു ഇത് മാത്രം. അപ്പോൾ അറിയില്ല എന്താണ്. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.